ഈ കഥ കൂട്ടാ ചേട്ടൻ ഇതെവിടെ പോയിക്കണേ? സാധനം കൊണ്ട് അകത്ത് വൈ. പ്രിയപ്പെട്ട അമ്മ അരിയുന്നതിന്, മകൻ എടുത്തു തന്നത്. ഇനി അടുത്താണ് നോക്കട്ടെ. നിങ്ങൾക്ക് അരിയാനുള്ള ക്യാരറ്റിനെ പറ്റിയുള്ള എന്തോ കത്താണ്. എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ടത് അങ്ങനെയല്ല. പ്രിയപ്പെട്ട അമ്മ അറിയുന്നതിന് മകൻ എഴുതുന്നത്. ഞാൻ ഒരു നല്ല മകനല്ല. ദാ ഇനി അങ്ങോട്ട് ഞാൻ എഴുതിയിരിക്കുന്ന മോഡുലേഷനിൽ വായിച്ചാൽ മാത്രമേ ആ ഒരു ഇമോഷൻ കണക്റ്റ് ആവുള്ളൂ. ഞാനൊരു നല്ല മകനല്ല. അമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കുമൊത്ത് പറന്നുയരാൻ പറ്റാതെ പോയൊരു മകനാണ് ഞാൻ. അമ്മ എന്നെ ഒരുപാട് ശ്വസിച്ചിട്ടുണ്ട്, ശർക്കരിച്ചിട്ടുണ്ട്. സൽക്കരിച്ചു എന്നല്ലായിരിക്കുമോ? അങ്ങനെയല്ല. അമ്മ എന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. എല്ലാം ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അമ്മ ഈ കത്ത് വായിക്കുമ്പോഴത്തേക്ക് ഞാൻ കൂടെ ഉണ്ടാവണമെന്നില്ല, എന്നേക്കുമായിട്ട്. മോനെ ചേട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. അവിടെ ഒന്നുമില്ല. ഈ പാപിയായ മകനോട് അമ്മയ്ക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. കഴിയൂ? എന്നോട് ഞാനല്ലാതെ വേറെ ആരടാ ക്ഷമിക്കാൻ? കരയില്ലേ? നിനക്കൊന്നും പറ്റിയില്ലേ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. എന്തോന്നാടാ ഇത്? മക്കളൊക്കെ ആവുമ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തെന്ന് വരും എന്ന് പറഞ്ഞ് ഇതുപോലെ ആരെങ്കിലും എഴുതി വെച്ചിട്ട് പോവോ? അത് പിന്നെ അമ്മ ക്ഷമിച്ചില്ലെങ്കിലും ഒന്ന് കരുതി. ഞാനല്ലാതെ പിന്നെ ആരടാ ക്ഷമിക്കുന്നത്? മക്കളെ ബാ, നമുക്ക് ചായ കുടിക്കാം. ചായ? ആ കത്തിനൊരു ടൈലൻറ്റും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വായിച്ചു നോക്കൂ. അമ്മ എനിക്ക് ഒരുപാട് ദൗത്യങ്ങൾ തന്നിട്ടുണ്ട്. മോറോവർ എനിക്കിതൊന്നും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തിന്? ഇന്ന് എന്നെ ചായ തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ അടുത്തൊന്ന് നോക്കിക്കോളണേ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ നോക്കിയില്ല. ഈ നിസ്സാര ദൗത്യം പോലും പാലിക്കാൻ പറ്റാതെ പോയ ഒരു ഹതഭാഗ്യവനായ മകനാണ് അമ്മേ ഞാൻ. ഇനി പറ, അമ്മ എൻ്റെ അടുത്ത് ക്ഷമിക്കൂ? അമ്മ ഓൾറെഡി എൻ്റെ അടുത്ത് ക്ഷമിച്ചല്ലോ. ഒത്തിരി കളഞ്ഞോ? ഒരു കാൽഭാഗം മാത്രമേ കളഞ്ഞോളൂ. മാത്രമേ ബാക്കിയുള്ളൂ. വിശാല ഹൃദയായ അമ്മ ചേട്ടനോട് ക്ഷമിച്ചിരിക്കുന്നു.